ട്രംപ് വന്നതിന് ശേഷമാണല്ലോ ഈ ഇമാതിരി തോന്നിവാസങ്ങളെല്ലാം അമേരിക്ക കാണിച്ചു തുടങ്ങുന്നത്. അതിനു മുമ്പ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമുണ്ട്. അപ്പൊ അമേരിക്ക പിന്നീട് ഇങ്ങോട്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, അപ്പൊ അത് അന്നുമുണ്ട്. ഇന്ന് ഈ ട്രംപിനെ പോലെ ഒരു വിവരദോഷി വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാല് അമേരിക്കയെ ഇങ്ങനെ ആകുന്നത്. ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അമേരിക്ക ഇത്രത്തോളം നാണം കെട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കുക ഒരു രാജ്യം. ഇപ്പൊ ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് ആവശ്യമില്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കുക. ഇത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സിവിലിയനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സൈനികർ യുദ്ധത്തിൽ സ്വാഭാവികമായും മരണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവരുടെ അമേരിക്കയുടെ ഒരു ശൈലി നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു പറ്റം സിവിലിയന്മാർക്ക് ആകപ്പാടെ പ്രശ്നമുണ്ട്. അന്ന് പ്രാദേശികമായ യുദ്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നു. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. ഇപ്പൊ ഇറാന് നേരെ നടക്കുന്ന അക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഇറാൻ തിരിച്ച് പ്രതികരിക്കണ്ടേ? ഇറാൻ പ്രതിരോധിക്കണം, പ്രത്യാക്രമണം നടത്തണം. ഈ പ്രത്യാക്രമണം നടത്തുമ്പോൾ ഈ പറയുന്ന ഒരു ബന്ധമില്ല. കുവൈറ്റിൽ അമേരിക്കയുടെ ഇതിലേക്കാണ് ആക്രമണം നടത്തുന്നത്. എന്തുകൊണ്ട്? അമേരിക്കൻ ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ സൈനിക ക്യാമ്പിലേക്കാണ് കുവൈറ്റിൽ ആക്രമണം നടക്കുന്നത്. ആ ആക്രമണം എന്ന് പറഞ്ഞാൽ നിർദോഷമല്ല, അമേരിക്കക്കാർക്ക് മാത്രമല്ല പരിക്ക് പറ്റുന്നത്. ഇപ്പൊ ഏതൊരു യുദ്ധത്തിലും അതിനകത്ത് പരിക്ക് പറ്റാൻ സാധ്യതയുള്ള കുറെ സിവിലിയന്മാരാണ്. നമ്മൾ സിറിയയിൽ നിന്നൊക്കെയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇസ്രയേലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് കണ്ടതാണ്. ഭക്ഷണപ്പൊതി ഇട്ട് കൊടുത്തതിന് നേരെ ഭക്ഷണപ്പൊതി ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഭക്ഷണപ്പൊതി ഇടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ബോംബും കൂടി ഇട്ട് കൊടുത്ത് ജനങ്ങളെ കൊല്ലുന്ന ഒരു വൃത്തികെട്ട ഇസ്രായേലിയൻ യുദ്ധ നീതിയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അപ്പം ആ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന സൈനികർക്ക് മാത്രമല്ലാതെ ഇവർക്ക് കൂടി, അതായത് സിവിലിയർക്ക് കൂടി ഒരു പരിക്കുകൾ ഏൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. വീടുകൾക്ക് നഷ്ടമുണ്ടാകാം. ഒരു രാജ്യത്തിന്റെ ഘടനയെ തന്നെ അത് ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ്. ബിൽഡിങ്ങുകൾ, അതോടൊപ്പം തന്നെ ഓഫീസ് സമുച്ചയങ്ങൾ, ഇതൊക്കെ ഇല്ലാതാകുന്നു. ആശുപത്രി കെട്ടിടമൊക്കെ തകരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യങ്ങളെ കുറിച്ചും അവിടെ ഉണ്ടാകാവുന്ന ഒരു ആശുപത്രി കെട്ടിടങ്ങൾ മൂലം ഒരു സുരക്ഷിതത്വമില്ലായ്മയെ കുറിച്ചും ഒക്കെ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതിയാവും.